കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. ആമേൻ. ഇതും ചില ആൾക്കാരുടെ ഒരു സംശയമാണ്. കർത്താവ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ ദൂതന്മാർ ഇല്ലാത്തത്? നിങ്ങളെ കൂടെ ദൂതന്മാർ ഇല്ലാത്തതിന് കാരണം നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് കൂടെ ചേരാത്തതാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെ, ഒരു വ്യക്തിയുടെ കൂടെ കർത്താവിൻ്റെ ദൂതന്മാർ ഉണ്ടാവത്തില്ല. ദൈവം ഒരു വ്യക്തിക്ക് ദൂതന്മാരെ കൽപ്പിച്ചാക്കുകയാണ് ചെയ്യുന്നത്. അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കർത്താവിൻ്റെ ഒരു കരുതലാണത്. ആമേൻ. അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആഴമാർന്ന ഒരു സ്നേഹമാണത്. തൻ്റെ മക്കളോടുള്ള കർത്താവിൻ്റെ ആഴമാർന്ന ഒരു സ്നേഹമാണത്. ആമേൻ. തൻ്റെ കാവൽ മാലാഖമാരെ അവർക്ക് നൽകി അവരെ സംരക്ഷിക്കുക എന്നത് കർത്താവിൻ്റെ ഒരു സ്നേഹമാണ്. ആമേൻ. നമ്മളോടുള്ള ആഴമാർന്ന ഒരു സ്നേഹം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. ആമേൻ. കർത്താവായ യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. അവൻ നമ്മുടെ കൂടെ വസിക്കുകയും നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അഥവാ കർത്താവിൻ്റെ സംരക്ഷണം 24 hours അല്ല, 48 hours നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മളെ ഒരു കാലത്തും വിട്ടുമാറത്തില്ല. കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. അന്ത്യത്തോളം തമ്പുരാൻ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് അവിടെ എത്തുന്നത് വരെ, നിത്യതയിൽ എത്തുന്നത് വരെ, അവിടെ ചെന്ന് ചേരുന്നത് വരെ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവും. എന്നിട്ടും ദൈവം തമ്പുരാൻ തൻ്റെ ദൂതന്മാരെ നമുക്ക് നൽകുന്നതിൻ്റെ കാരണം കർത്താവിന് നമ്മളോടുള്ള, തൻ്റെ മക്കളോടുള്ള ആഴമായ സ്നേഹമാണ് അതിന് കാരണം. ആമേൻ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടു കൂടെ ചേരണം. രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും നാം എന്ത് ചെയ്യണം? ചർച്ചിൽ പോവുക. ആമേൻ. ഇനി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാലോ, ഇനിയിപ്പം വല്ലപ്പോഴും ചർച്ചിൽ പോയാൽ മതി, എന്നും ഒന്നും ഇപ്പോൾ പോകേണ്ട കാര്യം എന്താ എന്ന് ചിന്തിക്കാൻ പാടില്ല. ആമേൻ. കാരണം അത് ആരാധനയിൽ പങ്കെടുക്കുക എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. 6 ദിവസം നീ നിന്റെ വേല ചെയ്യുക, 7-ാം ദിവസം നിന്റെ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കുക. 6 ദിവസം നിനക്ക് പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നിന്റെ സകലത്തിനുള്ള സ്വാതന്ത്ര്യവും കർത്താവ് തന്നിട്ടുണ്ട്. 7-ാം ദിവസം ഒരു 2-3 മണിക്കൂർ ആലയത്തിനകത്ത് ചെന്നിരിക്കാൻ മടി കാണിക്കുന്നവൻ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. ആരായിരുന്നാലും എന്തായിരുന്നാലും വചനം കേട്ട് വളരണം. എങ്കിൽ മാത്രമേ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും വിടുവിക്കപ്പെടുകയുള്ളൂ. അപ്പം നമ്മുടെ ദേശവും നമ്മുടെ രാജ്യവും വിടുവിക്കപ്പെടുകയുള്ളൂ. ആമേൻ. നാം എപ്പോഴും കർത്താവിൽ വളരണം. ആമേൻ. നമ്മൾ 90 വയസ്സായാലും 100 വയസ്സായാലും ശരി, ആലയത്തിൽ പോയേ മതിയാകത്തുള്ളൂ. ദൈവമായി കൂട്ടായ്മ ആചരിച്ചേ മതിയാകത്തുള്ളൂ. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇപ്പോൾ ചില ആളുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പള്ളിയിൽ പോകും. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകില്ല. ചില ആളുകൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പള്ളിയിൽ പോകും. ചില ആളുകൾ ദൂത് കേൾക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകും. ആമേൻ. അത് ഒരിക്കലും നല്ലതല്ല. വചനം നമ്മുടെ ഉള്ളിൽ കയറണം. അതായത് കർത്താവായ യേശു നമ്മുടെ കൂടെ നടക്കുകയും കൂടെ വസിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ആണ്ടിലൊരിക്കൽ പള്ളിയിൽ പോകുന്നവരും ആണ്ടിലൊരിക്കൽ ബൈബിള് വായിക്കുന്നവരും ആണ്ടിലൊരിക്കൽ പ്രാർത്ഥിക്കുന്നവരൊന്നും വിടിവിക്കപ്പെടത്തില്ല. ആമേൻ. ദൈവത്തെ തള്ളിക്കളഞ്ഞവരും വിടിവിക്കപ്പെടത്തില്ല. അപ്പോൾ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുവിനെ രക്ഷകനെ സ്വീകരിക്കുക, പള്ളിയിൽ പോവുക, ബൈബിൾ വായിക്കുക, വീടിനുള്ളിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക.
പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവായ യേശു നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ വരുമ്പോൾ, ആ ദൈവത്തിൻ്റെ ഭാഷയായ അന്യഭാഷ നമുക്ക് ലഭിക്കും. അപ്പം എന്താ ചെയ്യേണ്ടേ? എല്ലാ ദിവസവും അന്യഭാഷയിൽ സ്തുതിക്കുക. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.